ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോണ്. ആദം ബേബിയുടെ പനിയൊക്കെ കുറഞ്ഞു. ഇപ്പൊ കുഞ്ഞ് ഉണ്ണിക്ക് പനി തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് പടുത്ത വാശി അവനാണ് തുടങ്ങിയേക്കണേ. എന്നിട്ടാണ് രാത്രി ഫുള്ളും ഇപ്പൊ ഇവന്റെ ഉറക്കം ശരിയായി വന്നു തുടങ്ങി. ഇപ്പൊ അടുത്ത ആളുടെ ഉറക്കം പോയി തുടങ്ങി. പിന്നെ എല്ലാവരുടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴയായിട്ടാ. കാലത്ത് തുടങ്ങി നല്ല മഴയും ആകെപ്പാട് ഇരുണ്ട് മൂടി നിൽക്കണ ഒരു കാലാവസ്ഥയിലാണ് നിൽക്കണേ. പുറത്തിറങ്ങാൻ പറ്റണില്ല. അതുപോലെ നല്ല മഴയുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും. ഒന്നില്ലെങ്കിൽ എന്റെ മുടിയുമേ അല്ലെങ്കിൽ എന്റെ ഡ്രസ്സുമേ. ഇതായിരിക്കും അവന്റെ പണി. ഒരു സ്ഥലത്ത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതന്നെയാണ്. അവൻ ഒതുങ്ങിയിരിക്കില്ല. അവൻ ഉറങ്ങായിരുന്നു. ഉറങ്ങിയപ്പോഴാണ് ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ഫോൺ എടുത്ത ആ സമയത്ത് കറക്റ്റ് എന്റെ മോനെ ഇനിറ്റു. എങ്ങനെയാണോ മറ്റേ ബെല്ലടിച്ച പോലെ കൊച്ചു എനിക്ക് ഓടി പോലുണ്ട്. ഫോൺ എടുത്തതും അവൻ ഇട്ടതും സെയിം ടൈം ആയിരുന്നു. വീഡിയോ തുടങ്ങി. ഇപ്പൊ ഇവൻ ഇവിടെ വന്നിരിക്കേണ്ടെന്ന് ഇപ്പൊ ഇവനൊന്ന് ഒതുങ്ങി കഴിയുമ്പോഴേക്കും അടുത്തവനോട് എനിക്ക് കരച്ചിൽ തുടങ്ങും. അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും കുറെ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, നാത്തൂനെവിടെ, ചേട്ടനെവിടെ, നാത്തൂൻ പിണങ്ങിപ്പോയതാണോ, പിന്നെന്താണ് അവരിങ്ങോട്ട് വരാറില്ലേ? അതെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നി. അപ്പം ഓരോരുത്തർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കണേലും ഭേദമായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവില്ല എന്താ കാര്യം. ഇതേ ആദം ബേബി കരഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ. അവനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൻ കരച്ചിൽ തുടങ്ങും. അപ്പം ഞാൻ പറയുന്നതൊന്നും കേൾക്കാനും പറ്റില്ല. അപ്പൊ അവനെ അമ്മച്ചങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. അതായത് ചേട്ടനും ചേട്ടത്തിന്നല്ല കേട്ടോ ഞാൻ വിളിക്കാറ്. ഞാൻ ഡിന്നീന്ന് തന്നെ വിളിക്കാറ്, ചേച്ചിന്ന് വിളിക്കാറില്ല. കാരണം അവള് ഞാൻ തമ്മില് 1 വയസ്സിന് ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ ഞാൻ ചേച്ചിന്നൊന്നും വിളിക്കാറില്ല. അവൾ തന്നെ എന്നോട് പറഞ്ഞേക്കണേ ഡീന്ന് വിളിച്ചാൽ മതി, ഡിന്നീന്ന് പേര് വിളിച്ചാൽ മതി, ചേച്ചിന്നൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചേട്ടനും അതായത് ചേട്ടനും ഡിന്നിയും ഇവിടെ വരാറില്ല എന്നുള്ളത്. അപ്പൊ അവര് വരാറുണ്ട്. അവര് വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എനിക്ക് 2 ഉണ്ണികളുണ്ട്. 2 ഉണ്ണികൾ എന്ന് പറഞ്ഞാൽ അവർ 2 പേര് ചെറുതാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ അവർ വാശി പിടിക്കുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. അവർ വന്ന സമയത്ത് എനിക്കിപ്പോൾ അവർ വന്ന വീഡിയോസ് എടുക്കാൻ പറ്റില്ല, അവർ പോണ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, വീട്ടിലുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റാറില്ല. പിന്നെ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അവർ ഫ്രീ ആവണമെന്നില്ല. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ വീഡിയോസ് എടുക്കാനുണ്ട്. അവരൊട്ടുമിക്ക ദിവസം ഒരു ഷൂട്ടിന് പോവാണ്. അവര് ഇവിടെ അധികം ഉണ്ടാവാറില്ല. അവർക്ക് വീഡിയോ ഷൂട്ടിന് പോയി വന്നു കഴിയുമ്പോ ചിലപ്പോ രാത്രിയാവും, ചിലപ്പോ പാതിരാത്രിയാവും, ചിലപ്പോ വന്നില്ലാന്ന് വരും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ വന്ന് അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ അതുകൊണ്ടാണ് അവര് വീഡിയോയിൽ ഇല്ലാത്തത്. അതല്ലാണ്ട് ഞാനും ചേട്ടനോ അല്ലെങ്കിൽ വീട്ടുകാര് തമ്മിലോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പിന്നെ നിസ്സാര സൗന്ദര്യപ്പെടുന്ന ആരായാലും ഇല്ലാത്ത വീടുകളൊന്നും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ വേണം വീടുകളിൽ. അല്ലാണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇന്നലെ അങ്ങോട്ട് പോയുള്ളൂ. അവരിവിടെ ഉണ്ടായിരുന്നു. അവർ ഇന്നലെ പോയുള്ളൂ. ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് അവർക്ക് ഓഫീസിൽ പോയേക്കണം. അല്ലാണ്ട് ഇവിടെ ഒരു പ്രശ്നം ഫോണിൽ അടിയതാ. ആർക്കടി? പൂവാൻ്റെ കൂടെ നിക്കാൻ അടി. ആർക്കടി? ഈ പ്രാവശ്യം നിങ്ങൾ എൻ്റെ ചാനലിൽ എന്നെ കണ്ടിട്ടുണ്ടാവും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ തന്നെ വന്നിട്ടുണ്ടായി. അപ്പൊ തല്ലുണ്ടെങ്കിൽ പിന്നെ അവര് വരില്ലല്ലോ സ്കാനിങ്ങിനും. പിന്നെ അന്ന് എനിക്ക് പെയിൻ വന്നപ്പോഴും പെയിൻ അല്ല, മറ്റേ ഫ്ലൂയിഡ് ലീക്കിങ്ങിന്റെ ടൈമിലും സ്റ്റെബി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. സ്റ്റെബി അല്ലാണ്ട് ആരാ സ്റ്റെബിയല്ലേ കൊണ്ടുപോകാനുള്ളൂ. അപ്പച്ചനാണെങ്കിൽ കടയിൽ പോയി രാത്രി പോയി, അല്ല രാവിലെ പോയാ രാത്രി 10-10:30 ആവും വരുമ്പോ. എല്ലാ കാര്യങ്ങൾക്കും പകലൊക്കെ ഉള്ളത് അവര് തന്നെയാണ്. അവര് തന്നെ ഉണ്ടാവാറ് എല്ലാ കാര്യത്തിനും. അപ്പൊ നമ്മള് വീഡിയോസിൽ അത് കാണാത്ത കാരണം നിങ്ങൾക്ക് ആ ഡൗട്ട് വന്നത്. ആ ഡൗട്ട് നിങ്ങൾക്ക് പറഞ്ഞതിന്റെ മെയിൻ കാരണം വീഡിയോ എന്താ എല്ലാവരും അങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാന്ന് വെച്ചാൽ എന്റെ വീഡിയോയിലോട്ട് മിക്കല്ല അവര് ഇല്ലില്ല, അതുകൊണ്ടായിരിക്കും. എന്റെ വീഡിയോയിൽ അവരില്ല, അതുകൊണ്ടാണ് ഇത് ചോദിക്കണത്. എനിക്ക് മനസ്സിലായി. സമയമില്ല, നമ്മൾ പിന്നെ അവർ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ടാവാറില്ല. അതൊരു സത്യമായിട്ടാ. അതായത് അവർക്ക് എവിടെയാണോ ഷൂട്ട് ഉള്ളത് അവിടെ ആയിരിക്കും. ഇതിപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരായിരിക്കും, അല്ലെങ്കിൽ എറണാകുളത്താണെങ്കിൽ എറണാകുളത്തായിരിക്കും. അങ്ങനെ അവര് പിന്നെ സ്റ്റേബിക്ക് ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പൊ 2 ദിവസം മുൻപ് നമ്മുടെ ഹസിക്കുട്ടൻ 1 മാസത്തിന് ശേഷം ഹസിക്കുട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണെന്ന് പറഞ്ഞാൽ അതും വേറെ ഒന്നും കൊണ്ടല്ല, 3 പിള്ളേരാകുമ്പോ ബുദ്ധിമുട്ടാണ്. ഇവനും അവനും കൂടി തല്ലുപിടിക്കും.
അവനും കൂടി എന്ന് പറഞ്ഞാൽ ഇവൻ എടുക്കുന്ന സാധനങ്ങൾ അവന് വേണം, അവൻ എടുക്കുന്ന സാധനങ്ങൾ ഇവനും വേണം. അപ്പൊ തല്ലാവും. ആ തല്ല് തീർക്കണം. അതിന്റെ ഇടയിൽ കുഞ്ഞിതും കൂടി കിടന്ന് കരയും. അപ്പൊ ആകപ്പാടെ എന്താ പറയാ ഫുള്ള് ബഹളാവും. അമ്മച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ. അപ്പൊ അവര് വരാറുണ്ട്, നിക്കാറുണ്ട്, ഇവിടുന്ന് പോവാറുണ്ട്. അതെന്റെ വീഡിയോസില് ഇല്ലാത്തോണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പൊ നിങ്ങള് ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കാൻ നോക്കാം. ചോദിച്ചാലും ഇനിയിപ്പൊ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലവര് ചിലപ്പോ വീഡിയോ ഫുള്ളും കാണാണ്ട് ചിലപ്പോ കുറച്ചൊക്കെ കണ്ടിട്ട് ചോദിക്കണവരും ഉണ്ടാവും. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്നാലും വീഡിയോയിൽ എന്താന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അമ്മിച്ചിക്ക് കഷ്ടപ്പാടാണ്, അമ്മിച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ വല്ലവരും നിർത്തിക്കൂടെ. അപ്പൊ അതിനുള്ള മറുപടി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മച്ചി സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരാളെ നിർത്താത്തത്. അല്ലാണ്ട് നമുക്ക് നിർത്താൻ ആഗ്രഹമില്ലാത്തതല്ല. ഓഹ് ഈ കൊച്ച് ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ എന്റെ നെറ്റത്ത് ഒരു കൊതുക് കുത്തി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോന്ന് എനിക്കറിയില്ല. അതെ, ഇവിടെ ഒരു കൊതുക് കുത്തി ഇവിടെ വീർത്തിട്ടുണ്ട്. ഞാനിപ്പൊ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവിടെ എന്തോ കടിക്കണ പോലെ തോന്നി കഴിഞ്ഞപ്പോഴേ നോക്കിയത്. ഇപ്പൊ ഇവിടെ ചുവന്നുള്ള അമ്മച്ചി കൊതുകിന് ക്ഷാമല്ലാട്ടാ. ചോന്നിട്ടില്ല ഇവിടെ. ആ കടിച്ചിട്ടുണ്ട്. കൊച്ചിനെ മറ്റേ കൊതുക് വലയുടെ ബെഡിന്റെ ഉള്ളിൽ നിന്ന് താഴ്ത്തിക്ക് ഇറക്കാൻ പറ്റണില്ല കൈസ്. എന്നിട്ട് ചെയ്യാ. അതെ, ജാതിക്കായ ജാതിത്തൊണ്ടൊക്കെ ഇങ്ങനെ ചീഞ്ഞു തുടങ്ങിയപ്പോ പറമ്പ് നിറച്ച് കൊതുകാണ്. അവര് സന്ധ്യാകുമ്പോ അവരകത്തേക്ക് കയറി വരും. ഞാൻ ഇപ്പൊ കൊച്ചിനെ പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും എവിടെ നിന്നാണ് ആ ഒരു നുഴഞ്ഞു കയറ്റത് എനിക്ക് മനസ്സിലാവില്ല. കൊതുകിന് കാരണം വഴിയാണ്. കൊതുക് കുത്തി കൊല്ലും. അപ്പൊ അതുകൊണ്ട് അതിനെ മാക്സിമം മറ്റേ അപ്പിച്ചിയാ ഞാൻ എങ്ങനെ സുഖം പറയാറ് ഒരു വശത്ത് അമ്മാമ്മയുടെ മുടി വലിക്കുക, ഒരു വശത്ത് അമ്മയുടെ മുടി വലിക്കുക. ഞാൻ ലൈക്ക് പറയാൻ പോ ലൈക്ക് പറയാൻ പോ ഞാൻ ഓ ഭയങ്കര തീറ്റലായിട്ട് ദൈവമേ ആശാനിപ്പൊ മറക്കും. അയ്യോ ആദം ബേബി അമ്മാമി റെഡ് ആണല്ലോ. മാച്ച് പാപ്പ തിന്നാ. ഞങ്ങളുടെ 4 മണിക്കുള്ളതാറുണ്ട് ചക്ക. അപ്പം ഉണ്ടാക്കി അവിടെ ഉണ്ടാക്കാനായിട്ട് ചില മുറ്റത്തേക്ക് പോകാൻ പറ്റിയില്ല, മഴ കാരണം. അപ്പൊ ആദമാവിച്ച് ഇങ്ങനെയുള്ളതൊക്കെ കുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദമാവയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടാ, ചെറുതായിട്ട് മധുരമുള്ളത്. ചക്ക മാങ്ങ അങ്ങനെയുള്ളതൊക്കെ കൊച്ച് മറ്റേ എന്റെ പോലെ എനിക്കും ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടാ. അതുകൊണ്ട് കൊച്ചിനും ചക്കയും മാങ്ങയൊക്കെ കൂടുതൽ ഇഷ്ടം. അമ്മാവ മുറിക്കുന്നു. ആ കേക്ക് തിന്ന് അമ്മാവ അടുത്ത കേക്ക് മുറിക്കാൻ പോണു. ഹാപ്പി മോനായിട്ട് മുറുക്കി ഹാപ്പി ബർത്ത്ഡേ ടു യു. എവിടെ അതിൽ കളിക്കാൻ അവന് ഇവിടെ പിടിച്ച് മുറിക്കടാ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇവിടെ ചക്കേനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ചക്കേനെ മുറിച്ച് ആക്രമിച്ച് ഇവിടെ വീട് ഫുള്ള് വെതറും. ഇവിടുന്ന് തുടങ്ങിയ ആ അറ്റം വരെ ചക്കയുടെ ഇതികള് കടിച്ച് വായിരുന്ന് തുപ്പി പോവും. എന്നിട്ട് അമ്മിച്ചി അതൊക്കെ കടിച്ചു വരും. ഞാൻ അതാണ് അടുത്ത പരിപാടി വരാൻ പോകുന്നത്. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ രണ്ടൊരു ബിസിന്. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ സീ യു. ആദ്യ സ്പൂൺ കൊണ്ടാണ് ടാറ്റ. ഓക്കെ ടാറ്റ.